നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ വ്യോമസേന പണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം കേന്ദ്രത്തിന്റേത് ജനാധിപത്യ വിരുദ്ധ സമീപനമെന്ന് മന്ത്രി കെ രാജൻ. ദുരന്ത മേഖലയിൽ നൽകേണ്ട പണം നൽകാതെയാണ് ചെയ്ത സഹായത്തിന് പണം ചോദിക്കുന്നത്. കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും കേന്ദ്രത്തിന് മറുപടി കത്ത് നൽകുമെന്നും മന്ത്രി കെ രാജൻ. മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് UDF. ലക്ഷങ്ങളുടെ അഴിമതിയാണ് മുതുതല പഞ്ചായത്ത് ഭരണസമിതിയുടെ പിന്തുണയോടെ നടന്നതെന്നും ആരോപണം. വിഷയത്തിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് UDF പ്രാദേശിക നേതൃത്വം. സാമ്പത്തിക ശാസ്ത്രം എപ്പോഴും നിലനിൽക്കുന്നത് ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അത്തരം പൊതുബോധം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചയാളാണ് ഡോക്ടർ കെ കുഞ്ഞാമനെന്നും പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ. ഷൊർണൂരിൽ തനിമ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കെ കുഞ്ഞാമൻ അനുസ്മരണ യോഗം. വാർത്തകൾ വിശദമായി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ വ്യോമസേന പണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം കേന്ദ്രത്തിന്റേത് ജനാധിപത്യ വിരുദ്ധ സമീപനമെന്ന് മന്ത്രി കെ രാജൻ. ദുരന്ത മേഖലയിൽ നൽകേണ്ട പണം നൽകാതെയാണ് ചെയ്ത സഹായത്തിന് കേന്ദ്രം പണം ചോദിച്ചിരിക്കുന്നത്. കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും കേന്ദ്രത്തിന് മറുപടി കത്ത് നൽകുമെന്നും മന്ത്രി കെ രാജൻ തൃശൂരിൽ പറഞ്ഞു. കേന്ദ്ര ദുരന്ത നിവാരണ നിധിയിലായിരുന്നു കേന്ദ്രം തുക വകയിരുത്തേണ്ടത്. കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് കോടതിയെ ബോധ്യപ്പെടുത്തും. ദുരന്ത മേഖലയിൽ നൽകേണ്ട പണം നൽകാതെയാണ് ചെയ്ത സഹായത്തിന് കേന്ദ്രം ഇപ്പോൾ പണം ചോദിക്കുന്നത്. കേന്ദ്രത്തിന് മറുപടി കത്ത് നൽകുമെന്നും കെ രാജൻ പറഞ്ഞു. പണം നൽകാൻ കഴിയാത്തതിൻ്റെ സാഹചര്യം വ്യക്തമാക്കും. പണം നൽകുന്നത് തത്വത്തിൽ അംഗീകരിക്കും. എന്നാൽ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ കേരളം നേരത്തെ വെച്ചിട്ടുള്ള ഒരാശയമാണ് ഇത്തരം ഘട്ടങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സേവനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംഖ്യ ചെലവഴിക്കുമ്പോൾ അത് അതത് ഘട്ടത്തിൽ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സംഖ്യയാണ് എന്ന് കേരളം പറഞ്ഞിട്ടുള്ളതാണ്. ദീർഘമായി കേരളം എടുക്കുന്ന നിലപാടും അതാണ്. ഇപ്പോൾ കേരളത്തിന് ഈ ദുരന്തത്തിൽ ആവശ്യമായ പണം അഡീഷണൽ അസിസ്റ്റൻസായി ആവശ്യപ്പെട്ട ഘട്ടത്തിൽ ആ തുക നൽകാതെ നിലവിലുള്ള കേരളത്തിൽ ബാക്കിയുള്ള STRFലെ സംഖ്യയിലെ 50% വീണ്ടും കേരളത്തിന് തന്നെ അനുവദിക്കുക എന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് STRF സംഖ്യയിൽ നിന്ന് ഇത് കൊടുക്കണം എന്ന് ആവശ്യമുന്നയിക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ അതൊരു ഗുണകരമായ കാര്യമല്ല. ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്കോ നൽകുന്ന സംഖ്യ അത് ഒരു വർഷം കഴിഞ്ഞാലോ ഒരു കാലം കഴിഞ്ഞാലോ തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല. കേരളത്തിനോടൊരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് കേന്ദ്രം എടുക്കുന്നത്. കോടതിയെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തെയും ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ തൃശൂർ. മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് UDF. ലക്ഷങ്ങളുടെ അഴിമതിയാണ് മുതുതല പഞ്ചായത്ത് ഭരണസമിതിയുടെ പിന്തുണയോടെ നടന്നതെന്നും ആരോപണം. സംഭവത്തിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് UDF പ്രാദേശിക നേതൃത്വം. മുതുതല പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അഴിമതി നടക്കുന്നതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ആശുപത്രിയിലെ പാലിയേറ്റീവ് സംവിധാനത്തിന് സ്വന്തമായി വാഹനമുള്ളപ്പോൾ വർഷങ്ങളായി വാഹനം വാടകയ്ക്കെടുത്താണ് ഓടുന്നതെന്ന് കാണിച്ച് ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്ന ആരോപണവുമായാണ് UDF മുതുതല പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. 2011 മുതൽ 2017 വരെ വാഹനം വാടകയ്ക്കെടുത്താണ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. 2017 ജനങ്ങളുടെ സഹായത്താൽ സ്വന്തമായി വാഹനം വാങ്ങിച്ചു. എന്നാൽ 2017 മുതൽ 2024 വരെയുള്ള കാലത്ത് വാഹനം വാടകയ്ക്കാണെന്ന് കാണിച്ചുകൊണ്ട് ലക്ഷങ്ങൾ തിരിമറി നടത്തിയതായി UDF കൺവീനർ KN സന്തോഷ് കുമാർ പറഞ്ഞു. 2018 പ്രളയ ഫണ്ടിലും 2019 കൊറോണ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ പേരിലും അഴിമതി നടന്നതായും ഇവർ ആരോപിച്ചു. 2011 ഈ പാലിയേറ്റീവ് കേന്ദ്രം ആരംഭിക്കുന്നത്. അതിനുശേഷം 2017 വരെ ഇവിടുത്തെ വാഹനം എന്ന് പറയുന്നത് വാടകയ്ക്കായിരുന്നു. 2017 നാട്ടുകാരുടെ എല്ലാ ജനങ്ങളുടെയും 100% ജനപങ്കാളിത്തത്തോടെ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങുകയും ആ വാഹനത്തിൽ 2011 പാലിയേറ്റീവ് കേന്ദ്രം തുറന്ന് ഇവിടെ ആരംഭിക്കേണ്ടായി. 2017 വരേക്ക് വാടക ഇനത്തിലാണ് ഇവിടുത്തെ വാഹനം ഓടിക്കൊണ്ടിരുന്നത്. 2017 100% ജനപങ്കാളിത്തത്തോടെ വാഹനം വാങ്ങുകയും ആ വാഹനം 2017 മുതൽ ഈ നിമിഷം 2024 വരെ ആ വാഹനത്തിന് വാടക ഇനത്തിൽ ഇവിടുന്ന്
തുക മാറ്റി ചിലവഴിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 2018 പ്രളയ ഫണ്ടും അതുപോലെ തന്നെ 2019 കൊറോണ നിർമ്മാർജ്ജന യജ്ഞത്തിലും വൻ അഴിമതിയാണ് നടന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇതിനു പുറമെ ആശുപത്രിയിലേക്ക് വാങ്ങിയ ഫർണിച്ചറുകളിലും സ്ത്രീകൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തിയതിലും വലിയ സാമ്പത്തിക അഴിമതി നടന്നതായി UDF ചെയർമാൻ പി സൈദലവി പറഞ്ഞു. മുതല പഞ്ചായത്ത് ഭരണസമിതിയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് അഴിമതി നടന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. അതുപോലെ തന്നെ ഈ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് ഫർണിച്ചർ വാങ്ങിയതിൽ, അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻസ്ട്രുമെൻ്റ് കപ്പ് വിതരണം ചെയ്തതിൽ എല്ലാത്തിലും അഴിമതിയുടെ ഒരു കൂത്തരങ്ങായിട്ട് മാറിയിരിക്കുകയാണ് ഈ ആരോഗ്യ കേന്ദ്രം. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് അതിൻ്റെ പഴക്കമുണ്ട്. അതിന് നിയമവശം പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. സംഭവത്തിൽ UDF നേതാക്കൾ ആശുപത്രി അധികൃതരുമായി ചർച്ച നടത്തി. വിഷയത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് UDF മുതല പഞ്ചായത്ത് കമ്മിറ്റി. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. സാമ്പത്തിക ശാസ്ത്രം എപ്പോഴും നിലനിൽക്കുന്നത് ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അത്തരം പൊതുബോധം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച ആളാണ് ഡോക്ടർ കെ കുഞ്ഞാമനെന്നും പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ പറഞ്ഞു. ഷൊർണൂരിൽ തനിമ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ഡോക്ടർ കെ കുഞ്ഞാമൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തനിമ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഷൊർണൂരിൽ ഡോക്ടർ M കുഞ്ഞാമൻ അനുസ്മരണം സംഘടിപ്പിച്ചത്. സാമൂഹ്യ പ്രവർത്തകൻ CR നീലകണ്ഠൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. എന്താണ് കുഞ്ഞാമൻ സാർ കേരളത്തിന് നൽകിയത് അല്ലെങ്കിൽ ലോകത്തിന് നൽകിയത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ ഞാൻ പറയുന്ന മറുപടി കേരളത്തിന്റെ പൊതുബോധം തകർത്താണ് കുഞ്ഞാമൻ സാർ എന്നത്. പൊതുബോധം എന്ന് പറയുമ്പോൾ ഞാനടക്കമുള്ള നിങ്ങളടക്കമുള്ള മുഴുവൻ ആളുകളുടെയും നിലവിലിരുന്ന പൊതുബോധത്തിന് വലിയൊരു വെല്ലുവിളി ഉയർത്തി. അതും ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹം ചിന്തിക്കുന്ന വഴികളിലൂടെ സാമ്പത്തിക ശാസ്ത്രത്തിലൂടെ തന്നെ, സാമ്പത്തിക ശാസ്ത്രം എപ്പോഴും നിൽക്കുന്ന ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല, നമുക്ക് വേണമെങ്കിൽ അത് ചർച്ച ചെയ്യാം. ചില പൊതുബോധങ്ങളില്ലെങ്കിൽ ഒരു ഘടന നിലനിൽക്കില്ല. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ കുഞ്ഞാമൻ സാറ് ആ പൊതുബോധത്തെ ഒരു കാലത്ത് ആ പൊതുബോധത്തിന്റെ ഭാഗമായി നിൽക്കുകയും ആ പൊതുബോധത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇത് തനിമ സെക്രട്ടറി MC ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. CR ദിനേശ്, CP രാമൻ, TK ഭാസ്കരൻ മാസ്റ്റർ, ബിജു പന്തിരുകുലം, രാജേന്ദ്രൻ, MP ശോഭ, CV മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. 2025 ഫെബ്രുവരി 23 നടക്കാനിരിക്കുന്ന KSSPU കുഴൽമന്ദം ബ്ലോക്ക് സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി സ്വാഗത സംഘം രൂപീകരിച്ചു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു. 2025 ഫെബ്രുവരി 23 കോട്ടായിൽ നടക്കുന്ന KSSPU കുഴൽമന്ദം ബ്ലോക്ക് 33ാം വാർഷിക സമ്മേളനം വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി സ്വാഗത സംഘം രൂപീകരിച്ചു. കോട്ടായി ചമ്പരക്കുളം AP സ്കൂളിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണം കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയന്റെ വാർഷിക സമ്മേളനം കോട്ടായിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായും കോട്ടായി യൂണിറ്റും അതിന്റെ അംഗങ്ങളും ആ സമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം ഏറെ ഉത്സാഹത്തോടുകൂടി ഏറെ ബാധ്യതയോടുകൂടി നടത്തുകയാണ്. ഒരു കോട്ടായി നിവാസി എന്ന നിലയ്ക്ക് ആ സമ്മേളനം ഏറ്റവും ഭംഗിയായി നടത്തുമ്പോൾ സ്വാഭാവികമായും വ്യക്തിപരമായ എനിക്കും ഒരു സന്തോഷം ഉണ്ടാവും. യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ KP ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ്, രാധാമോഹൻ, മഹേഷ് കുമാർ, K കുഞ്ഞലക്ഷ്മി, വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടായി യൂണിറ്റ് പ്രസിഡന്റ് C വാസു മാസ്റ്റർ സ്വാഗതവും ട്രഷറർ KN ബാലസുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോട്ടായി. ഷൊർണൂരിൽ കവി VM ഗിരിജ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്തു. ചിറമണ്ണൂർ ടു ഷൊർണൂർ ഒരു ദേശവഴിയുടെ കഥ എന്ന പുസ്തകമാണ് പ്രകാശനം നടന്നത്. സാഹിത്യകാരി സാറ ജോസഫ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഗുരുനാഥയ്ക്കൊപ്പം പ്രിയ ശിഷ്യർ ഇടതും വലത്തുമായിരുന്നു. ഓർമ്മകളിലെ കലാലയകാലം ഓർത്തു പറയുമ്പോൾ സാഹിത്യകാരി സാറ ജോസഫിന്റെ കണ്ണുകളിൽ പ്രിയ ശിഷ്യരെക്കുറിച്ചുള്ള അഭിമാനം തുടിച്ചു.
ചിറമണ്ണൂർ ടു ഷൊർണൂർ ഒരു ദേശവഴിയുടെ കഥാപുസ്തക പ്രകാശനം ചെയ്ത അരങ്ങായിരുന്നു അത്. കവി VM ഗിരിജ എഴുതിയ പുസ്തകം ഗുരുനാഥയായ സാറാ ജോസഫ് പ്രകാശനം ചെയ്തു. പുസ്തക ലോകത്തിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നതെന്ന് തോന്നാം. ഇവിടെ ടൗണിലൊന്നും വരികയില്ല. ചെരുപ്പ് വാങ്ങാനെ കച്ച് കാലിൻ്റെ അളവെടുത്തിട്ടാണ് കൊണ്ടുപോവുക. അപ്പം സത്യം. അപ്പം അതേപോലെ തന്നെ ഇന്നൊരു ഒരു മീഡിയയിലേക്ക് പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ പോലും ഇല്ല. ആകെ ഞങ്ങളുടെ ഒരു സർവകലാശാല കേരള കലാമണ്ഡലമാണ്. കലാമണ്ഡലത്തിലെ കഥകളി, കച്ചേരി, കൂടിയാട്ടം ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോകും വരും. ഈ ഒരൊറ്റ ഔട്ടിങ്ങാണ് ഉള്ളത്. അപ്പോൾ ഒരുപക്ഷെ 4 പെൺകുട്ടികളുള്ള ഒരു അച്ഛൻ്റെ ഒരു ഡിഫൻസ് ആയിരിക്കും. അന്നൊന്നും നമ്മളത് ആലോചിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ലോകമായിട്ട് ദിനേശിൻ്റെ കൂടെ പോയപ്പോഴാണ് ഞാൻ പലതും, ഇപ്പോൾ സമാജം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്ഥലവും ഞാൻ കണ്ടിട്ടില്ല. ചരിത്രം എന്നത് അനുഭവത്തിന്റെ ആഖ്യാനമാണെന്നും പ്രിയശിശുയുടെ ചിത്രരചനയിൽ ചരിത്രരചനയിൽ അഭിമാനിക്കുന്നുവെന്നും സാറാ ജോസഫ് പറഞ്ഞു. VM ഗിരിജയുടെ സഹോദരി VM ശോഭന പുസ്തകം ഏറ്റുവാങ്ങി. ചടങ്ങിൽ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനും VM ഗിരിജയുടെ സഹപാഠിയുമായ ഡോക്ടർ CP ചിത്രഭാനുവായിരുന്നു മുഖ്യപ്രഭാഷകൻ. CR ദിനേശ് സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് മയിലുംപുറം സ്വാമി വിവേകാനന്ദ സെന്റർ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ B.Ed വിദ്യാർത്ഥികൾക്കായി സെമിനാർ നടത്തി. പത്തിരിപ്പാല KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഊർജ്ജ സുരക്ഷയും സുസ്ഥിര വികസനവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ചാണ് പത്തിരിപ്പാല KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ K. പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ മയിലുംപുറം സ്വാമി വിവേകാനന്ദ സെന്റർ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ B.Ed വിദ്യാർത്ഥികൾക്കായി ഊർജ്ജ സുരക്ഷയും സുസ്ഥിര വികസനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. മയിലുംപുറം സ്വാമി വിവേകാനന്ദ B.Ed കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സന്ധ്യാകുമാർ, അധ്യാപകരായ അശ്വതി P. റീബ, AB ശ്രീമതി, ബീന T. ജ്യോതിഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പത്തിരിപ്പാല KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറും സർട്ടിഫൈഡ് എനർജി ഓഡിറ്ററുമായ K. പ്രേംകുമാർ ക്ലാസ് എടുത്തു. 53 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികൾ ഊർജ്ജ സുരക്ഷാ വലയം തീർത്തു. ഊർജ്ജ സുരക്ഷയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന സന്ദേശമാണ് ഈ വലയം സൂചിപ്പിക്കുന്നതെന്നും K. പ്രേംകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പുള്ളി അന്തിമഹാകാളൻകാവിൽ തൃക്കാർത്തിക മഹോത്സവം ആഘോഷിച്ചു. താലപ്പൊലിയുടെ മുന്നോടിയായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയുടെയും വിളക്കുമാടത്തിന്റെയും സമർപ്പണം ക്ഷേത്രം തന്ത്രി കല്ലൂർ ദേവദാസ് നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി മുഖ്യാതിഥിയായിരുന്നു. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രകാശൻ, വിനു എന്നിവരെ ആദരിച്ചു. പ്രകാശ് വർമ്മ, ശങ്കരനാരായണൻ, നിർമ്മല, മുരളീധരൻ, ജയശങ്കർ എന്നിവർ സംസാരിച്ചു. കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. കാർത്തിക വിളക്ക് തെളിയിക്കുകയും നിർമ്മാലയും ഉണ്ടായിരുന്നു. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിൽ നടത്തിവരാനുള്ള നയന മനോഹരമായ കാർത്തിക വിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി. വൈകിട്ട് നിറമാലയും തുടർന്ന് ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ദേശമംഗലം കളവർക്കാട് ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം ആഘോഷിച്ചു. 3 മീറ്റർ അകലം പാലിച്ച് ആനകളെ നിർത്തിയാണ് എഴുന്നള്ളിപ്പ് നടത്തിയത്. നിരവധി ഭക്തർ ദർശനത്തിനായി എത്തിയിരുന്നു. നവംബർ 23-ാം തീയതി തുടങ്ങിയ ഉത്സവത്തിനാണ് സമാപനം കുറിച്ചിരിക്കുന്നത്. പുലർച്ചെ 5 മണിക്ക് നട തുറക്കൽ, 5:30 ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രപൂജാരി M. ദാമോദരൻ ഭദ്രദീപം കൊളുത്തി പഞ്ചവാദ്യത്തിന് തുടക്കം കുറിച്ചു. പിന്നീട് ദേശമംഗലം സെൻറ്ററിലേക്ക് ആനയിച്ച് അവിടെ നിന്നും 6 മണിയോടുകൂടി തിരിച്ച് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. സഹസ്രദീപം തെളിയിക്കൽ, ദീപാരാധന, പാണ്ഡ്യമേളം, തുടർന്ന് മഹാ അന്നദാനവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തർ വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പെരുങ്ങോട്ടുകുറിശി മന്തത്ത് ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക വിളക്ക് ഉത്സവം ആഘോഷിച്ചു. കാഴ്ചശീവേലി, വിശേഷാൽ പൂജകൾ, എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. മന്തത്തുകാവിൽ
തൃക്കാർത്തിക വിളക്കോത്സവത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമം, കലശപൂജ, ബിംബശുദ്ധി, കലശാഭിഷേകം തുടങ്ങിയവ നടന്നു. ലളിത സഹസ്രനാമപാരായണവും ഉണ്ടായി. തട്ടകത്തമ്മയുടെ പിറന്നാൾ സദ്യ, തുടർന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി പെരുങ്ങോട്ടുകുറിശി ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരത്തുനിന്നും കാഴ്ചശിവേലിയും ആരംഭിച്ചു. വൈകിട്ട് ഭഗവതിക്ക് ദീപാരാധന, നിറമാല, തുടർന്ന് കഥകളി, ഡബിൾ തായമ്പക, പുലർച്ചെ മേളത്തോടുകൂടിയുള്ള എഴുന്നള്ളിപ്പുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പൈങ്കുളം ഉന്നത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്കും ലളിത സഹസ്രനാമാർച്ചനയും സഹസ്രദീപ സമർപ്പണവും നടന്നു. ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൈങ്കുളം ഉന്നത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്കും ലളിത സഹസ്രനാമാർച്ചനയും സഹസ്രദീപ സമർപ്പണവും നടന്നു. ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാവിലെ ക്ഷേത്ര നട തുറക്കൽ, അഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹോമം, ലക്ഷാർച്ചന, ഉഷപൂജ എന്നിവയുമുണ്ടായി. ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. വൈകിട്ട് അത്താഴപൂജ, കലശാഭിഷേകം, സഹസ്രദീപം തെളിയിക്കൽ എന്നിവയും നടന്നു. മേളം, തായമ്പക എന്നിവയും വൈകിട്ട് നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ, രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ വ്യോമസേന പണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം കേന്ദ്രത്തിന്റേത് ജനാധിപത്യ വിരുദ്ധ സമീപനമെന്ന് മന്ത്രി കെ രാജൻ. ദുരന്ത മേഖലയിൽ നൽകേണ്ട പണം നൽകാതെയാണ് ചെയ്ത സഹായത്തിന് പണം ചോദിക്കുന്നത്. കേന്ദ്രം പണം ആവശ്യപ്പെട്ടത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും കേന്ദ്രത്തിന് മറുപടി കത്ത് നൽകുമെന്നും മന്ത്രി കെ രാജൻ. മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് UDF. ലക്ഷങ്ങളുടെ അഴിമതിയാണ് മുതുതല പഞ്ചായത്ത് ഭരണസമിതിയുടെ പിന്തുണയോടെ നടന്നതെന്നും ആരോപണം. വിഷയത്തിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് UDF പ്രാദേശിക നേതൃത്വം. സാമ്പത്തിക ശാസ്ത്രം എപ്പോഴും നിലനിൽക്കുന്നത് ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അത്തരം പൊതുബോധം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചയാളാണ് ഡോക്ടർ കെ കുഞ്ഞാമനെന്നും പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ. ഷൊർണൂരിൽ തനിമ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കെ കുഞ്ഞാമൻ അനുസ്മരണ യോഗം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.